ഹലോ, ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യലായ ഇതളപ്പം ഒറോട്ടി എന്ന് പറഞ്ഞ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കണ്ണൂർക്കാരെ സ്പെഷ്യലാണെങ്കിലും ഇത് തൃശ്ശൂർക്കാർ പറഞ്ഞു തന്നിട്ട് മലപ്പുറക്കാരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണത് എങ്ങനെ നോക്കാം. അതിന് വേണ്ടി നെയ്ച്ചോറിൻ്റെ അരി ജീരകശാല അരിയോ ബസ്മതി അരിയോ നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം അത് കുതിർന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 2 കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങാപ്പാലിന് വേണം ഇത് അരച്ചെടുക്കാൻ. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനി ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ നെയ്യ് തടവിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് ഇതൊന്ന് കുറച്ച് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം അത് തുറന്ന് അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു തവി മാവ് ഒഴിച്ച് അത് അടച്ച് വേവിക്കാം. അങ്ങനെ ലെയറായിട്ട് എത്ര നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ഇതളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുക്കാം, അല്ലാതെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ, മട്ടൻ കറിയുടെ കൂടെ, ബീഫ് കറി, ഏത് കറിയായാലും വേണ്ടിയില്ല, കുറുമയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പൊളിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ റെസിപ്പിയാണ്.